Good morning to all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷൻ ഫോർ എലിപ്റ്റിക്കൽ സെക്ഷൻ യൂസിങ് സെൻവേനിയൻസ് ഇക്വേഷൻ ആണ്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെയായിട്ട് ചോദിക്കാം, സൊല്യൂഷൻ ഫോർ എലിപ്റ്റിക്കൽ സെക്ഷൻ യൂസിങ് സെൻവേനിയൻസ് ഇക്വേഷൻസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻവെസ്റ്റിഗേറ്റ് ദ ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ഫോർ ദ പോസിബിൾ വാർപ്പിംഗ് ഫംഗ്ഷൻ വെർ എ ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ വാർപ്പിംഗ് ഫംഗ്ഷൻ പോസിബിൾ ആണോ, അതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുക, ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക, ടോർക്ക് കണ്ടുപിടിക്കുക, സ്ട്രെസ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക, ടോ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, ടോ മാക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് 1 കിടക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രൂവ് ഇറ്റ് സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു എലിപ്റ്റിക്കൽ സെക്ഷൻ്റെ വാർപ്പിംഗ് ഫംഗ്ഷൻ എപ്പോഴും എക്സ് വൈ ആയിരിക്കും. അതായത് ഒരു സെക്ഷൻ എലിപ്റ്റിക്കൽ ആണെങ്കിൽ അതിൻ്റെ വാർപ്പിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതുവാണ്. ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈ. ഇത് ഈ ഇക്വേഷൻ വിളിക്കുന്നവരാണ് ലാപ്ലേസ് ഇക്വേഷൻ. നമുക്കറിയാം സൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ആണെങ്കിൽ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എ വൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എ എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0 + 0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് എന്താണ്? ലാപ്ലേസ് ഇക്വേഷൻ. അതുകൊണ്ട് എന്താണ്? സൈ ഈസ് എ പോസിബിൾ വാർപ്പിംഗ് ഫംഗ്ഷൻ. അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സൈ ഈസ് എ പോസിബിൾ വാർപ്പിംഗ് ഫംഗ്ഷൻ. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് 1. അപ്പോൾ സ്റ്റെപ്പ് 1 വളരെ സിമ്പിളാണ്. സൈ എക്സ് വൈ എഴുതി, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയറും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 2 പോകാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ഓൺ ടു സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ സർക്കുലർ ആണെങ്കിലും എലിപ്റ്റിക്കൽ ആണെങ്കിലും ഈ ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് മൈനസ് ഡോ സൈ ബൈ ഡോ വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എസ് ഈക്വൽ ടു 0. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിക്കണം. പഠിക്കാതെ വേറെ രക്ഷയില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഡോ സൈ ബൈ ഡോ എക്സ്? ഡോ സൈ ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ വൈ മൈനസ് വൈ ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഇൻറ്റു ഡി വൈ ബൈ വൈ ഇൻറ്റു എന്തെങ്ങനെ എഴുതാം? ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് വൈ, സോറി ഇതിവിടെ ബ്രാക്കറ്റാണ്, അപ്പോൾ രണ്ടിനും കൂടി കോമൺ ആണ്, ഡി വൈ ബൈ ഡി എസ് ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് മൈനസ് എന്താണ് ഡോ സൈ ബൈ ഡോ വൈ? എ എക്സ് ആണ്. എ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് now we move on to next step. multiply -1 എല്ലാ ടൈമിനെയും -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 മൈനസ് എ ഇൻറ്റു വൈ ഡി വൈ പ്ലസ് 1 പ്ലസ് എ ഇൻറ്റു എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, കാരണം ഈ ഡി എസും ഡി എസും ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പോൾ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -1 വരും, ഇവിടെ -1 വരും, അപ്പോൾ 1 മൈനസ് എ ആവും. ഇവിടെ -1 വരുമ്പോൾ പ്ലസ് ആവും, അപ്പോൾ 1 പ്ലസ് എ ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് എബോ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 1 മൈനസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വൈ ഡി വൈ വൈ സ്ക്വയർ ബൈ 2 1 plus a into integral of x dx x square by 2
is equal to a constant, is equal to a constant. That is, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് y square divided by 1 divided by 1 minus a plus 1 plus a divided by x square divided by 1 divided by 1 plus a is equal to 2 into constant. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഈ 2 ഇൻറ്റു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ 1 ബൈ 1 മൈനസ് എനെ നമുക്ക് റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 by 1 plus a root of 1 by 1 plus a the all square എഴുതാൻ പറ്റും is equal to a constant. Okay, that implies ഇത് ഏത് ഫോമാണ്? ഇത് നിങ്ങൾക്കറിയാം, ഇത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 by 1 plus a the all square plus y square divided by root of 1 by 1 minus a the all square is equal to a constant എന്ന് എഴുതാം. അതായത് സെക്കൻഡ് ടൈം ആദ്യം എഴുതി, ഞാൻ ഫസ്റ്റ് ടൈം സെക്കൻഡ് എഴുതി. ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതായത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? അതായത് ഒരു എലിപ്സ്, അതിൻ്റെ മേജർ ആക്സിസ് എ, മൈനർ ആക്സിസ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് കിടക്കുന്നത് എന്താണ്? എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് എ ഹോൾ സ്ക്വയർ. അതായത് എ എന്ന് പറയുന്നത് 1 by 1 പ്ലസ് എയും ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് എ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എയും ആയിരിക്കും. ഓക്കെ, അതായത് റൂട്ടാണ്. അപ്പോൾ റൂട്ട് 1 by 1 പ്ലസ് എ ആണ് എ, റൂട്ട് 1 by 1 മൈനസ് എ ആണ് ബി. ഓക്കെ, ഈ സെക്ഷൻ്റെ എന്താണ് ഷേപ്പ് എന്ന് പറയുന്നത്? എന്താണ്? എലിപ്റ്റിക്കൽ സെക്ഷനാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബൗണ്ടറി കണ്ടീഷൻ എഴുതി, ദെൻ ബൗണ്ടറി കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുത്തു? വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടൈം ഇക്വേഷൻ കിട്ടി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഫോമിൽ എഴുതി. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി, മേജർ ആക്സിസും മൈനർ ആക്സിസും കിട്ടി. അപ്പോൾ നമ്മളിത് ഒരു എലിപ്സിൻ്റെ ഷേപ്പാണെന്ന് മനസ്സിലായി. കാരണം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 by 1 പ്ലസ് എയും ബി റൂട്ട് ഓഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എയും ആണ്. അപ്പോൾ ഇത് മേജർ ആക്സിസും മൈനർ ആക്സിസും ആയിട്ടുള്ള ഒരു എലിപ്സ് ആണ്. ഓക്കെ, എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എയും ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by 1 മൈനസ് എ എന്നുമാണ്. അതായത് മേജർ ആക്സിസ് റൂട്ട് ഓഫ് 1 by 1 പ്ലസ് എയും മൈനർ ആക്സിസ് റൂട്ട് ഓഫ് 1 by 1 മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ടു ഫൈൻഡ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ചെയ്യും. അപ്പോൾ എ സ്ക്വയർ എന്താണ്? 1 by 1 പ്ലസ് എ ഡിവൈഡഡ് ബൈ 1 by 1 മൈനസ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ വരും. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ എ ഇൻറ്റു സ്മോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ എ.
ദാറ്റ് ഇംപ്ലൈസ് ഇനി എയുടെ ടൈമെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ രണ്ടിടത്തും എ ഉണ്ട്, എ കോമൺ ആയിട്ട് എടുക്കുക. എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് കിട്ടി. അതായത് ഒരു എലിപ്സിൻ്റെ മേജർ ആക്സിസ് എയും മൈനർ ആക്സിസ് ബിയും ആണെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? നമ്മൾ അസ്യൂം ചെയ്തത് ഇങ്ങനെയായിരുന്നു. സൈ ഈസ് ഈക്വൽ ടു എങ്ങനെ അസ്യൂം ചെയ്തത്? എ എക്സ് വൈ എന്നായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് വൈ എന്ന് നമുക്ക് കിട്ടും സൈയുടെ വാല്യൂ. അതായത് വാർപ്പിംഗ് ഫംഗ്ഷനിൽ നമ്മൾ എയുടെ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി കിട്ടും. സ്റ്റെപ്പ് ഫോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ ഹാർമോണിക് ഇക്വേഷൻ വെരിഫൈ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഷേപ്പ് കണ്ടുപിടിച്ചു, എലിപ്സ് ആണെന്ന് മനസ്സിലാക്കി. തേർഡ് സ്റ്റെപ്പ് എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ സ്റ്റെപ്പ് 4 നമ്മൾ കാണാൻ പോകുന്നത് ജെ ഇൻ്റഗ്രലാണ്. ജെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ മൈനസ് വൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. കാരണം ഇത് ബൈഹാർട്ട് പഠിച്ചെങ്കിലാണ് ഇവിടെ വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം സൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എക്സ് വൈ ആണ്. അപ്പോൾ ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എ എക്സും അതുപോലെ തന്നെ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എ വൈയും ആയിരിക്കും. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ എന്താണ്? എ എക്സ്, എക്സ് ഇൻറ്റു എ എക്സ് മൈനസ് വൈ ഇൻറ്റു എ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ്, അതായത് പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് എ വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, ദറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വെളിയിലെടുക്കാം. അപ്പോൾ 1 പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, 1 പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. പ്ലസ് ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയും. ദറ്റ് ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എന്തെഴുതാം? 1 പ്ലസ് എ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു, ഇവിടെ 1 പ്ലസ് എ കോൺസ്റ്റൻ്റ് ആണ്, വെളിയെടുക്കുക. 1 പ്ലസ് എ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ, ഇവിടെയും 1 മൈനസ് എ കോൺസ്റ്റൻ്റ് ആണ്, വെളിയെടുക്കുക. 1 മൈനസ് എ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു ഡി വൈ ഡി എക്സ് ഡി വൈ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടൈം എന്ന് പറയുന്നത്, അതായത് ഡബിൾ ഇൻ്റഗ്രലോ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്ന ഒരു എലിപ്സിൻ്റെ കേസിൽ ഐ വൈയും ഡബിൾ ഇൻ്റഗ്രലോ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഐ എക്സും ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു എലിപ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എലിപ്സിന് എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട്. മേജർ ആക്സിസ് എയും മൈനർ ആക്സിസ് ബിയും ആണ്. അപ്പോൾ ഇവിടെയാണ് ഐ എക്സും ഇവിടെയാണ് ഐ വൈയും വരുന്നത്. അപ്പോൾ ഐ എക്സ് എന്ന് പറയുന്നത് പൈ എ ബി ക്യൂബ് ബൈ 4ഉം ഐ വൈ എന്ന് പറയുന്നത് പൈ ബി എ ക്യൂബ് ബൈ 4ഉം ആയിരിക്കും. ഓക്കെ, ഇത് അങ്ങനെയുള്ളത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കണം. ഒരു എലിപ്സിന് മേജർ ആക്സിസ് എയും മൈനർ ആക്സിസ് ബിയും ആണെങ്കിൽ ഐ എക്സിൻ്റെയും ഐ വൈയുടെയും വാല്യൂ, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ദാറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ജെ ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ ഇൻറ്റു ഐ വൈ പ്ലസ് 1 മൈനസ് എ ഇൻറ്റു ഐ എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ജെ ഈസ് ഈക്വൽ ടു 1 പ്ലസ്
നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എയുടെ വാല്യൂ നമുക്കറിയാം. എന്താണ് എയുടെ വാല്യൂ? എയുടെ വാല്യൂ നമുക്കറിയാം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് എ എന്നുള്ള സ്ഥാനത്ത് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു എന്താണ് ഐ ബൈ പൈ ബി എ ക്യൂബ് ബൈ 4 പ്ലസ് 1 മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു പൈ എ ബി ക്യൂബ് ബൈ 4. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഇംപ്ലൈസ് ജെ ഈസ് ഈക്വൽ ടു നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ദെൻ ഇൻറ്റു പൈ ബി എ ക്യൂബ് ബൈ 4 പ്ലസ് ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു പൈ എ ബി ക്യൂബ് ബൈ 4. ഇവിടെ എ സ്ക്വയറും ക്യാൻസൽ ആവും. ഇവിടെ ബി സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു നമുക്ക് 2 എന്ത് വരും ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു പൈ ബി എ ക്യൂബ് ബൈ 4 പ്ലസ് 2 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു പൈ എ ബി ക്യൂബ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങളിവിടെ ഒരു കാര്യം ചെയ്ത് നോക്കുക. ജെ ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഒരു ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ ഇത് ചെയ്യാം. ഇതിനെ നമുക്ക് ഇവിടെ നമ്മൾ 2 ആണ്. അപ്പോൾ 2 പൈ ബി സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ അതുപോലെ തന്നെ 2 പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ 4ഉം ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനലി ജെ കിട്ടുന്നത് ജെ ഈസ് ഈക്വൽ ടു പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് നമ്മുടെ ജെയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 5 നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ടോർക്ക് കാണുകയാണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ അറിയാം, ടി ഈസ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു ജെ എന്നറിയാം. അപ്പോൾ ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു ജെ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ വാല്യൂ കിട്ടി. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തീറ്റയും കണ്ടുപിടിക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് ടി ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ടോർക്കും കണ്ടുപിടിച്ചു, ആംഗിൾ ഓഫ് ട്വിസ്റ്റും കണ്ടുപിടിച്ചു. അതാണ് സ്റ്റെപ്പ് നമ്പർ 5. Now we move on to step number 6. സ്റ്റെപ്പ് നമ്പർ 6ലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് സ്ട്രെസ് കമ്പോണൻസ് കാണുകയാണ്. സ്ട്രെസ് കമ്പോണൻസ് നമുക്കറിയാം സിഗ്മ എക്സ് ഈക്വൽ ടു സിഗ്മ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ. അത് എപ്പോഴും ഏത് സർക്കിളാണെങ്കിലും എലിപ്റ്റിക്കലാണെങ്കിലും സെൻവേനിയസ് കേസിൽ 0 ആയിരിക്കും. ഇത് നമുക്കുള്ളത് ടോ വൈസഡ് ആണ്. ടോ വൈസഡിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ജി തീറ്റ ഇൻറ്റു ഡോസൈ ബൈ ഡോ വൈ പ്ലസ് എക്സ് ആണ്. അതുപോലെ തന്നെ ഡോ ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു ഡോസൈ ബൈ ഡോ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനെ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്കറിയാം സൈ ഈസ് ഈക്വൽ ടു എന്താണ്? എ എക്സ് വൈ എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡോസൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ എക്സ് എന്നും ഡോസൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു എ വൈ എന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ജി തീറ്റ ഇൻറ്റു ഡോസൈ ബൈ ഡോ എക്സ് എ എക്സ് പ്ലസ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് രണ്ടിടത്തും എക്സ് കോമൺ ആണ്. അപ്പോൾ ജി തീറ്റ എക്സ് ഇൻറ്റു എന്ത് കിട്ടും? 1 പ്ലസ് എ എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ഡോ വൈ സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ജി തീറ്റ എക്സ് ഇൻറ്റു 1 + a, ജി തീറ്റ എക്സ് ഇൻറ്റു 1 + a. നമ്മൾക്കറിയാം ജി തീറ്റ എക്സ് ഇൻറ്റു 1 + a ആണ് നമ്മുടെ എന്തിൻ്റെ വാല്യൂ? ഡോ വൈ സെഡിൻ്റെ വാല്യൂ. ഓക്കെ, ഡോ വൈ സെഡിൻ്റെ വാല്യൂ ജി തീറ്റ എക്സ് ഇൻറ്റു 1 + a ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ നമുക്കറിയാം. എയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? b² - a² ഡിവൈഡഡ് ബൈ b² + a² ആണ്. b² - a² ഡിവൈഡഡ് ബൈ b² ഇൻറ്റു a + ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യും. ജി തീറ്റ ഇൻറ്റു എക്സ് ഇൻറ്റു 1 + എന്തെഴുതും? എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എയുടെ വാല്യൂ എന്ന് പറയുന്നത് b² - a² ഡിവൈഡഡ് ബൈ b² + a² ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ക്ലീൻ ആയിട്ട് നോക്കിക്കൊള്ളണം. വാട്ട് ഈസ് ജി തീറ്റ? എന്താണ് ജി തീറ്റ? ജി തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു പൈ a³ b³ ഡിവൈഡഡ് ബൈ b² + a² എന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജി തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഡിവൈഡഡ് ബൈ എന്തെഴുതാൻ പറ്റും? ടി ഡിവൈഡഡ് ബൈ പൈ a³ b³ ഡിവൈഡഡ് ബൈ b² + a² ആയിരിക്കും എന്ത്? ജി തീറ്റ. ഓക്കെ, അതായത് ജി തീറ്റ എന്ന് പറയുന്നത് ടി ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? a² b² ഡിവൈഡഡ് ബൈ പൈ a³ b³ ആയിരിക്കും എന്ത്? ജി തീറ്റ. അതായത് ഇവിടെ നോക്കുക, ടി ഡിവൈഡഡ് ബൈ പൈ a³ b³ ബൈ b² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഇൻറ്റു b² + a² ഡിവൈഡഡ് ബൈ പൈ a³ b³ ഈക്വൽ ടു ജി തീറ്റ. അപ്പോൾ നമുക്ക് ജി തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇൻറ്റു എന്ത് വരും? ഇനി നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ b² + a² മൈനസ് പ്ലസ് b² - a² ഡിവൈഡഡ് ബൈ b² + a² ഇൻറ്റു ഒരു എക്സും കൂടിയുണ്ട്. ഇൻറ്റു ഒരു എക്സും കൂടി നമ്മൾക്ക് അവിടെയുണ്ട്. ഇൻറ്റു ഒരു എക്സും കൂടി ഉണ്ട് കേട്ടോ. ഇൻറ്റു ഒരു എക്സും കൂടി ഉണ്ട്, എക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ വൈ സെഡ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ സോൾവ് ചെയ്യും. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് ഇവിടെ a² ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ b² a² ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2tx ഡിവൈഡഡ് ബൈ പൈ a³ b എന്നാണ്. 2tx ഡിവൈഡഡ് ബൈ പൈ a³ b. കാരണം ഇവിടെ ഒരു 2b² ഉണ്ട്, ഇവിടെ ഒരു 2b² ഉണ്ട്. അപ്പം ഇവിടെ ഒരു b² ഇവിടെ ഒരു b³ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതാണ് b വരുന്നത്. ഓക്കെ, സിമിലർലി ടോ ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മൾ ജി തീറ്റയ്ക്ക് എന്ത് തന്നെ കൊടുക്കുവാണ്? ടി ഇൻറ്റു b² + a² ഡിവൈഡഡ് ബൈ പൈ a³ b³ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് എന്താണ്? ഡോ സൈ ബൈ ഡോ എക്സ് ay മൈനസ് y. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു b² + a² ഡിവൈഡഡ് ബൈ പൈ a³ b³ ഇൻറ്റു നമ്മൾക്ക് ഇവിടെ നമുക്ക് y വെളിയിലെടുക്കാം. അപ്പോൾ a-1 എന്ന് പറയും. a-1. അപ്പോൾ എയുടെ വാല്യൂ ഞാൻ ഡയറക്റ്റ് കൊടുക്കുകയാണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് b² - a² ഡിവൈഡഡ് ബൈ b² + a² മൈനസ് 1. അപ്പോൾ ഇതാണ് എ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു b² + a² ഡിവൈഡഡ് ബൈ പൈ a³ b³ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b² - a² മൈനസ് b² എന്ത് വരും? മൈനസ് a² ഡിവൈഡഡ് ബൈ b² + a² ഇൻറ്റു y വരും. ഇവിടെ ഒരു മൈനസ് b² ഉണ്ട്, മൈനസ് പ്ലസ് b² മൈനസ് b² ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഇവിടെ ഒരു b² + a² ഇവിടെ ഒരു b² + a² ക്യാൻസലായി. അപ്പോൾ മൈനസ് ty ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ty ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്കൊരു -2a² കിട്ടും. അപ്പോൾ ഇവിടെ ഒരു a² ഇവിടെ ഒരു a³ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ -2 മൈനസ് ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ പൈ
എ ബി ക്യൂബ്. അതായത് ടോ ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു -2ty ഡിവൈഡഡ് ബൈ പൈ എ ബി ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് ടോ ഇസഡ് എക്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ടോ വൈ ഇസഡും കിട്ടി, ടോ ഇസഡ് എക്സും കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 7 ആണ്. സ്റ്റെപ്പ് നമ്പർ 7ൽ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്പർ 7ൽ ചെയ്യുന്നത് റിസൾട്ടൻ്റ് കാണുക, റിസൾട്ടൻ്റ് സ്ട്രെസ് കാണുക. റിസൾട്ടൻ്റ് സ്ട്രെസ്, അതായത് റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് കാണുകയാണ്. നമുക്കറിയാം ടോ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ടോ വൈ സെഡ് സ്ക്വയർ പ്ലസ് ടോ ഇസഡ് എക്സ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടോ വൈ സെഡ് നമ്മൾ കണ്ടുപിടിച്ചു. അതെന്താണ്? 2tx ഡിവൈഡഡ് ബൈ പൈ എ ക്യൂബ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് -2ty ഡിവൈഡഡ് ബൈ പൈ എ ക്യൂബ് ബി ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ടോ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2t ഡിവൈഡഡ് ബൈ പൈ വെളിയിലെടുക്കാം. 2t ബൈ പൈ കോമൺ ആണ്. ഇൻറ്റു എന്ത് വരും? ഇൻറ്റു നമുക്ക് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? എ ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോറി, ഇവിടെ എ ബി ക്യൂബാണ്, എ ബി ക്യൂബാണ്, എ ബി ക്യൂബാണ്, എ ബി ക്യൂബ്. അപ്പോൾ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ലഭിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു 2t ബൈ പൈ റൂട്ട് ഓഫ്, നമുക്കിവിടെ ഒരു ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ഞാൻ ഇതിനെ ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ, ബി റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ബി റേസ് ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. പ്രശ്നമില്ലല്ലോ. ഇവിടെ അതുപോലെ തന്നെ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി ക്യൂബ് ദ ഹോൾ സ്ക്വയറിനെ എ റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എ റേസ് ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു 2t ബൈ പൈ ഇൻറ്റു റൂട്ട് ഓഫ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും നോക്കുക. എക്സ് സ്ക്വയർ ബി റേസ് ടു 4 ഡിവൈഡഡ് ബൈ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? ഇതിനെ എ ക്യൂബ് ബി ക്യൂബ്, എ ക്യൂബ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കാരണം ബി സ്ക്വയർ ഇൻറ്റു ബി റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ബി റേസ് ടു 6 ആണ്. ഇവിടെ ബി റേസ് ടു 6 വന്നു, എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ എ റേസ് ടു 6 വന്നു. ഇതുപോലെ തന്നെ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ റേസ് ടു 4 ഡിവൈഡഡ് ബൈ എ ക്യൂബ് ബി സ്ക്വയർ, എ ക്യൂബ് എ ക്യൂബ് ബി ക്യൂബ്, എ ക്യൂബ് ബി ക്യൂബ്, എ ക്യൂബ് ബി ക്യൂബ് എന്താണ്? ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. എ ക്യൂബ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റർ എന്താണ്? രണ്ട് കേസിലെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഡിനോമിനേറ്റർ വെളിയിലെടുക്കാമല്ലോ. ദാറ്റ് ഈസ് ടോ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഡിനോമിനേറ്റർ വെളിയിലെടുക്കുമ്പോൾ എന്ത് വരും? 2t ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എ ക്യൂബ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ വെളിയിലെടുക്കുമ്പോൾ എ ക്യൂബ് ബി ക്യൂബ് ആവും, ഇൻറ്റു റൂട്ട് ഓഫ് ബി റേസ് ടു 4 എക്സ് സ്ക്വയർ പ്ലസ് എ റേസ് ടു 4 വൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എലിപ്റ്റിക്കൽ സെക്ഷൻ്റെ റിസൾട്ടൻ്റ് സ്ട്രെസ് കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് റൂട്ട് ഓഫ് ഡോ വൈ സെഡ് സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലാണ് ഇത് ഒറ്റയടിക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്, റിസൾട്ടൻ്റ് സ്ട്രെസ് ഓഫ് എലിപ്റ്റിക്കൽ സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇത് വളരെ എളുപ്പമാണ്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സ്ക്വയർ ചെയ്യുക, ബി റേസ് ടു 4 കൊണ്ട് ഇവിടെ രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുക, എ റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുക, ദെൻ എ ക്യൂബ് ബി ക്യൂബ് വെളിയിലെടുക്കുക. ഓക്കെ, താങ്ക് യു. Now we move on to last step. ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 8. സ്റ്റെപ്പ് 8ലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ മാക്സ്, മാക്സിമം ഷിയർ സ്ട്രെസ്. ടോ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t ബൈ പൈ എ ബി സ്ക്വയർ ആണ്. 2t ബൈ പൈ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. ടോ മാക്സ് ഓഫ് എ എലിപ്റ്റിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് 2t ബൈ പൈ എ ബി സ്ക്വയർ. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതാണ്. ഇതാണ് എലിപ്റ്റിക്കൽ സെക്ഷൻ്റെ
മാക്സിമം ഷിയർ സ്ട്രെസ് ഒരു പ്രാവശ്യം ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ടോ റിസൾട്ടൻ്റ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി. ടോ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2t ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ്? ബി റേസ് ടു 4x² പ്ലസ് എ റേസ് ടു 4y² എന്ന് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എലിപ്സിൻ്റെ x² ബൈ a² പ്ലസ് y² ബൈ b² ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് x² ബൈ a² ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് y² ബൈ b² എന്ന് എഴുതാൻ പറ്റും. therefore x² ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? a² ഇൻറ്റു 1 മൈനസ് y² ബൈ b² എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ടോ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു 2t ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ് റൂട്ട് ഓഫ് ബി റേസ് ടു 4. ഇവിടെ ഒരു x² ഉണ്ടല്ലോ, ഈ x²ന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും? a² ഇൻറ്റു 1 മൈനസ് y² ബൈ b² പ്ലസ് എ റേസ് ടു 4y². ഇതിവിടെ ശ്രദ്ധിക്കുക, ടോ മാക്സിമം ആകുന്നത് y ഈക്വൽ ടു ബി ആകുമ്പോഴാണ്. അതായത് ഒരു എലിപ്സിൻ്റെ ഇതാണല്ലോ എക്സ്, ഇതാണല്ലോ വൈ. അതായത് വൈ ബി ആകുമ്പോഴാണ് ഇവിടെയാണ് എന്ത് വരുന്നത്? ടോ മാക്സിമം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വൈക്ക് എന്ത് കൊടുത്താൽ മതി? ബി കൊടുത്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് 2t ഡിവൈഡഡ് ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ്. അപ്പോൾ ഇവിടെ ബിക്ക് വൈ കൊടുക്കുമ്പോൾ ഈ ടൈം എന്തായി പോവും? 1 ആയി പോവും. 1 ആയി പോകുമ്പോൾ 1 മൈനസ് 1 0. അപ്പോൾ ഈ ടൈം മൊത്തം എന്തായി പോവും? 0 ആയി പോവും. റൂട്ട് ഓഫ് 0 പ്ലസ് എ റേസ് ടു 4 വൈ എന്താണ്? b². ദാറ്റ് ഈസ് ടോ മാക്സ് ഈസ് ഈക്വൽ ടു 2t ഡിവൈഡഡ് ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ് ഇൻറ്റു a² ബി എന്ന് വരും. ഓക്കെ, ഇവിടെ ബിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ഫൈനൽ ടോ മാക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ അതുപോലെ a² a³ ക്യാൻസൽ ചെയ്യും. 2t ബൈ പൈ എ b² എന്ന് വരും. ഇങ്ങനെയാണ് ടോ മാക്സ്. ഇതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് മാക്സിമം ഷിയർ സ്ട്രെസ് ഓഫ് എലിപ്റ്റിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ബാർ. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, താങ്ക് യു.